ശാസ്താക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധവും പ്രധാനപ്പെട്ടതുമാണ് സ്വാമി അയ്യപ്പൻ്റെ പേരിലുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ട്രിവാൻഡ്രം മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര സ്വാമി അയ്യപ്പൻ്റെ ക്ഷേത്രമായ ശബരിമലയിലേക്കാണ്. ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയേണ്ട പ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കാണുന്നവർ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അയ്യപ്പൻ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനാണെന്നാണ് കരുതപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ എല്ലാ ദിവസവും ശബരിമലയിൽ നട തുറന്ന് പൂജ നടത്താറില്ല. അയ്യപ്പ ഭക്തന്മാരുടെ പുണ്യ പൂങ്കാവനമാണ് ശബരിമല. മണ്ഡലമാസം ആരംഭിക്കുന്നതോടെ 41 ദിവസം നീളുന്ന കഠിന വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുകളുമായി എത്തുന്ന അയ്യപ്പന്മാരുടെ ശരണം വിളി 18 മലകളിലും പ്രതിധ്വനിക്കുമെന്നാണ് വിശ്വാസം. മലയാള മാസം വൃശ്ചികം 1-നാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 41 ദിവസം ഭക്തിയുടെ ദിനങ്ങളായിരിക്കും. വൃശ്ചികം 1 മുതൽ 41 ദിവസങ്ങളിലും മകരം 1-ന് നട തുറക്കുന്ന മകരസംക്രമ പൂജ വരെയും ശേഷം മകരം 10-ന് ഗുരുതി വരെയുമാണ് ശബരിമലയിലെ തീർത്ഥാടന കാലയളവ്. ഈ സമയം കേരളത്തിനകത്തും പുറത്തുനിന്നുമായി തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കും ശബരിമലയിലേക്ക്. വൃശ്ചികം 1-ന് ആരംഭിച്ച് ധനു 11-ന് മണ്ഡല പൂജ കഴിയുന്നതോടെ 5 ദിവസം നടയടച്ചിടും. പിന്നീട് മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയാണ് നട തുറക്കുക. സംക്രമ പൂജ കഴിഞ്ഞാൽ ഗുരുതി വരെയുള്ള ദിവസങ്ങൾ മണ്ഡലമാസ തീർത്ഥാടനത്തിൻ്റെ അവസാന ദിനങ്ങളാണ്. മണ്ഡലമാസത്തെ കൂടാതെ എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ 5 ദിവസങ്ങളിലും ഇവിടെ നട തുറക്കും. വിഷുക്കണി ദർശനം, നിറപുത്തരി, ചിത്തിര ആട്ടത്തിരുന്നാൾ, പ്രതിഷ്ഠാദിനം, പൈങ്കുനി ഉത്രം എന്നിവയും ഇവിടുത്തെ മറ്റ് പ്രധാന ആഘോഷങ്ങളാണ്. മീനമാസത്തിലെ പൈങ്കുനി ഉത്രം അയ്യപ്പൻ്റെ പിറന്നാളാണെന്നാണ് വിശ്വാസം. 10 ദിവസത്തെ ഉത്സവാഘോഷ ചടങ്ങുകളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കാറുള്ളത്. ആറാട്ട് ഈ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്ന് പോകാം. അയ്യപ്പൻ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനാണെന്നാണ് കരുതപ്പെടുന്നത്. മഹിഷാസുരവധത്തിനു പ്രതികാരം ചെയ്യാനായി അസുരൻ്റെ സഹോദരിയായ മഹിഷി ഉഗ്ര തപസ് അനുഷ്ഠിച്ചു. ശിവവിഷ്ണു സംയോജനത്തിൽ ജനിക്കുകയും മനുഷ്യനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്കെ തന്നെ വധിക്കാനാകൂ എന്ന വരം നേടി. വരലബ്ധി മഹിഷിയെ കൂടുതൽ അഹങ്കാരിയാക്കി. 3 ലോകങ്ങളെയും നിരന്തരം ആക്രമിച്ചുകൊണ്ട് മഹിഷി ജീവജാലങ്ങൾക്കൊക്കെ ഭീഷണിയായി തുടങ്ങി. അവസാനം നിവർത്തിയില്ലാതെ മഹാവിഷ്ണു മോഹിനി വേഷം ധരിക്കുകയും ശിവസംയോജനത്തിലൂടെ ശാസ്താവിന് ജന്മം നൽകുകയും ചെയ്തു. ശാസ്താവ് മനുഷ്യപുത്രനായി ജീവിച്ചെങ്കിൽ മാത്രമേ മഹിഷിയെ വധിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മണി കെട്ടി പമ്പാ തീരത്ത് കിടത്തി. ഈ സമയത്താണ് പന്തളം രാജാവ് നായാട്ടിനായി പമ്പാ തീരത്തെത്തിയത്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന രാജാവ് ആ സുന്ദരനായ ആൺകുട്ടിയെ എടുത്ത് വളർത്താൻ തീരുമാനിച്ചു. കഴുത്തിൽ മണിയുണ്ടായിരുന്നത് കൊണ്ട് മണികണ്ഠൻ എന്ന് പേരിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തുമകനാക്കി. എന്നാൽ അധികകാലം കഴിയുന്നതിനു മുന്നേ പന്തളം രാജാവിന് സ്വന്തമായി മകൻ ജനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മണികണ്ഠകുമാരൻ ആയോധന കലകളിലും വിദ്യയിലുമെല്ലാം നിപുണനായി മാറിയിരുന്നു. മണികണ്ഠനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിൻ്റെ ആഗ്രഹം. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന മന്ത്രി തൻ്റെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്ഞിയെ മണികണ്ഠനെ എതിരാക്കി. അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരം വൈദ്യൻ പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു. വൈദ്യനിർദ്ദേശപ്രകാരം പുലിപ്പാലിനായി മണികണ്ഠകുമാരൻ വനത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ തൻ്റെ അവതാര ലക്ഷ്യമായ മഹിഷിയെ വധമായിരുന്നു അവിടെ നടന്നത്. മഹിഷിയെ വധിച്ച് പുലിപ്പാലുമായി തിരിച്ചെത്തിയ മണികണ്ഠനെ പന്തളം രാജാവ് സന്തോഷത്തോടെ എതിരേറ്റ് രാജ്യഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ കൊട്ടാര ജീവിതം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ദുഃഖിതനായ രാജാവ് വർഷാവർഷം തന്നെ കാണാൻ വരണമെന്ന് മണികണ്ഠനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ താൻ എയ്യുന്ന ശരം എവിടെയാണോ വീഴുന്നത് അവിടെ വന്നാൽ മതിയെന്നായി മണികണ്ഠൻ. അമ്പ് വീണ സ്ഥലത്ത് പന്തളം രാജാവ് ക്ഷേത്രം നിർമ്മിച്ചു.
അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് 41 ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം. ക്രിസ്തുവർഷം 1891 പന്തളം രാജവംശം തിരുവിതാംകൂറുമായി ലയിക്കപ്പെട്ടതോടെയാണ് ശബരിമല തിരുവിതാംകൂറിൻ്റെ ഭാഗമാകുന്നത്. നിരവധി തവണ ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയാവുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1902 1950 ക്ഷേത്രം അഗ്നിബാധയ്ക്കിരയാക്കപ്പെട്ടു. 1902 അഗ്നിബാധയ്ക്ക് ശേഷം 1910 പുനരുദ്ധാരണം ചെയ്തു. 1950 അക്രമികൾ ക്ഷേത്രം തീവയ്ക്കുകയും വിഗ്രഹം തകർക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന ആക്ഷേപവും ഉയർന്നു. തുടർന്ന് പുനരുദ്ധാരണം നടത്തിയാണ് ഇന്നത്തെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചത്. ചെങ്ങന്നൂരിലെ പ്രസിദ്ധ വിശ്വകർമ്മ കുടുംബമായ തട്ടാവിള കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്നാണ് തകർന്ന വിഗ്രഹത്തിൻ്റെ അതേ മാതൃകയിലുള്ള നിലവിലെ വിഗ്രഹം നിർമ്മിച്ചത്. 1951 മെയ് 17 ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നത്. ശബരിമല തീർത്ഥാടന കാലം ഏതൊരു അയ്യപ്പ ഭക്തൻ്റെയും പരമപാവന പുണ്യകാലമാണ്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമനുഷ്ഠിച്ച് ശബരിഗിരീശൻ്റെ ദർശന പുണ്യം നേടാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ എത്തിച്ചേരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം രമേശ് സൈനിങ് ഓഫ്.